ലോകമെമ്പാടുമുള്ള മലയാള കവികളുടെയും കാവ്യാസ്വാദകരുടെയും ക്ലബ് ഹൗസിലെ രാത്രി കവിതാ കൂട്ടായ്മയായ രാക്കവിതക്കൂട്ടത്തിന്റെ കാവ്യോത്സവം ജൂൺ 21-22 ദിവസങ്ങളിൽ ആലപ്പുഴയിലെ മങ്കൊമ്പിൽ വെച്ച് നടന്നു. രാക്കവിതക്കൂട്ടത്തിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് കാവ്യോത്സവം സംഘടിപ്പിച്ചത്. കാവ്യോത്സവത്തിൽ നാനാഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരാണ് പങ്കെടുത്തത്. കേരള സാഹിത്യ അക്കാദമി അവാർഡു ലഭിച്ച കവി കൽപ്പറ്റ നാരായണനെ ആദരിച്ചു. രാക്കവിതക്കൂട്ടത്തിന്റെ 4ാമത്തെ കവിതാ സമാഹാരം രാത്രം എസ് ജോസഫ് റുഖ്യഹ്യയ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. MK സുജാതയുടെ ചില നേരങ്ങളിൽ, വിനോദ് മേപ്പറമ്പത്തിന്റെ ഓപ്പണർ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം കവി കുരീപ്പുഴ ശ്രീകുമാർ നിർവഹിച്ചു. കവി CM വിനയചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. CS രാജേഷ്, ഡോക്ടർ ചായം ധർമ്മരാജൻ, സുധീർ ബാബു തുടങ്ങിയവർ മുഖ്യാതിഥികളായി. ക്യാമ്പ് കോർഡിനേറ്റർ വിനോദ് മേപ്പറമ്പത്ത് സ്വാഗതവും കസ്തൂരി ഭായ് പറഞ്ഞു. ഒക്കെയും അവർ ഉടച്ചു കളഞ്ഞത് സ്രാവുകളുടെ ഒരു കടലാണ്. നമ്മൾ മുന്നോട്ട് പോകും. ഇനി ഒരു ഉറപ്പയാൻ തരുന്നു, അടുത്ത വർഷത്തിന് മുമ്പ് രജിസ്റ്റർ ചെയ്തിരിക്കും. ഇനി രാക്കവിതക്കൂട്ടം കുറച്ചും കൂടെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഇറങ്ങി പൊതുസമൂഹത്തിലേക്ക് അങ്ങനെ പടർന്ന് മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. പാൽമുലയിൽ പച്ച തേച്ച പപ്പായച്ചോട്ടിൽ കക്ക കൊത്തിക്കൊണ്ടുവന്ന തെച്ചിക്കമ്മലിൽ കാട്ടുമൈന കാവൽ നിൽക്കും മഞ്ചാടിക്കൊമ്പിൽ ടോർച്ചടിക്കും വെട്ടമായി വാനകിപ്പാട്ട്. പാതിരയോടടുത്ത നേരം റെയിൽവേ സ്റ്റേഷനിലെ വെളിച്ചക്കൂടുതലുള്ള മൂലയിലെ ബെഞ്ചിലിരുന്ന് വായിക്കുന്ന എന്നെ തോണ്ടി വിളിച്ച് 71 വർഷം പഴക്കമുള്ള ചെവിയിലേക്ക് പഴയ സഹപ്രവർത്തകൻ ചോദിച്ചു, താങ്കൾ ഇനിയും വായിച്ചു കഴിഞ്ഞില്ലേ? സമാപന സമ്മേളനത്തിൽ വെച്ച് പ്രഥമ രാക്കവിതക്കൂട്ടം കവിതാ പുരസ്കാര സമർപ്പണം നടന്നു. കവി ദിവാകരൻ വിഷ്ണുമംഗലത്തിനുള്ള പുരസ്കാരം വയലാർ ശരചന്ദ്രവർമ്മ സമ്മാനിച്ചു. ഓരോ പറഞ്ഞ പോലെ ശക്തമായി ഞാൻ ചിന്തിച്ചാൽ അത് നടപ്പാക്കാൻ ലോകം നിന്റെ കൂടെ നിൽക്കും എന്നുള്ളൊരു, അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കവികളെ എഴുതുവരെ ഇഷ്ടപ്പെടുന്നത്. കവിതയ്ക്ക് വേണ്ടിയുള്ള കാവ്യോത്സവത്തിന്റെ ഭാഗമായി പങ്കെടുത്ത നിരവധി കവികൾ കവിതകൾ അവതരിപ്പിച്ചു. മരിച്ച കുഞ്ഞിൻ കെടാത്ത ചിരിതൻ വെളിച്ചമുള്ളോരാ വീട്ടിൽ വിട്ടുപോകുന്നതിൻ മുൻപേ ഒരു മാത്രയെങ്കിൽ ഒരു മാത്ര പരസ്പരം നാം കാണുകേ. കനലരിയുന്നൊരൻ ആത്മാവിൽ നീയേ. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.